ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ തുടങ്ങി കേട്ടോ. ഏകദേശം ഒരു 6 വർഷത്തോളമായിട്ടുണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഉള്ളത്. പക്ഷെ നമുക്കിത് മാറ്റാൻ തോന്നാത്തതിന് കാരണം ഇതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഞങ്ങൾ ഈ ട്രീ തന്നെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സാരഥികളായ അമ്മുവും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് ഇനി എനിക്ക് ഹെൽപ്പേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ എല്ലാ വർഷവും മമ്മി കൂടി ഉണ്ടാവാറുണ്ട് ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടിയിട്ടും സ്റ്റാർ ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം മമ്മിയുണ്ട്. ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മമ്മി കിച്ചണിലെന്തോ ആണ്. അങ്ങനെ ഞങ്ങൾ ഈ ട്രീ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തിട്ട് ഇനി ബാക്കി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓരോരോ സാധനങ്ങൾ തൂക്കിക്കൊണ്ട് വെക്കണം. അപ്പം മമ്മിയും വന്നു കൂടെ കൂടാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം വളരെ കുറച്ച് പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ സാധനങ്ങളൊക്കെ കുറേ കളഞ്ഞു. പിന്നെ ഈ പ്രാവശ്യം കുറച്ചു മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രീ ഒക്കെ ഡെക്കറേഷൻ ചെയ്തു. ഇനിയിപ്പം ട്രീ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാൽക്കണിയിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ലൈറ്റ്സ് ഇടണം. ലൈറ്റ് ഇട്ടതിന് ശേഷം പിന്നെ സ്റ്റാർ തൂക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാട്ടോ. അവർ രണ്ടുപേരും ഉണ്ടാവാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി സമയമല്ലേ. ഡിസംബർ മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ്സും. ഭയങ്കര ഹാപ്പിനെസ് പോലെയുള്ള ഒരു സമയം കൂടിയാണ്. അങ്ങനെ നമ്മൾ ട്രീയിലൊക്കെ ലൈറ്റ് ഇട്ട് സ്റ്റാറൊക്കെ തൂക്കി. ഇനി നമുക്ക് ആകെ വേണ്ടത് കയറുന്ന മെയിൻ ഡോറിൽ ഒരു റീത്ത്, അതായത് ഇങ്ങനെ മെരി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു റീത്താണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി